ഓക്കെ, സോ ഇന്നൊരു യൂസ്ഡ് പാർട്സ് വെച്ചിട്ടുള്ള ഒരു പി സി, ലോ ബഡ്ജറ്റ് പി സി, അതിന്റെ സ്പെക്സും പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഈ പി സി വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫ്രം അവർ വെബ്സൈറ്റ്. വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് പെർഫോമൻസ് എങ്ങനെയുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. സോ യോഡോൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്, തുടങ്ങാം. ഓൺ എ ഡെയിലി ബേസിസ് വാട്സ്ആപ്പ് മെസ്സേജ് ആയാലും ഈവൻ യൂട്യൂബിൽ ഓർ ഇൻസ്റ്റാഗ്രാം കമന്റ്സിലായാലും ഒത്തിരി പേര് ഈയിടെയായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂസ്ഡ് പി സിയുടെ കുറച്ച് സ്പെക്സ് അല്ലെങ്കിൽ ഓരോ ബഡ്ജറ്റിനനുസരിച്ച് യൂസ്ഡ് പി സി പാർട്സിന്റെ സ്പെക്സ് പറയാമെന്ന്. സോ ടു ബി ഫ്രാങ്ക്, നമുക്ക് യൂസ്ഡ് പാർട്സിന്റെ സ്പെക്സ് ആക്ച്വലി പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യൂസ്ഡ് പാർട്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പാർട്സിന്റെ അവൈലബിലിറ്റിയിലാണ്. നമുക്കിപ്പോൾ പ്രോസസ്സർ സൈഡ് നോക്കുവാണെങ്കിൽ ഇന്റലിന്റെ 3rd ജനറേഷൻ തൊട്ട് ഓൾറെഡി ഒരു 11th ജനറേഷൻ വരെ പ്രോസസ്സേഴ്സ് യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഈവൻ 12th ജനറേഷനും കിട്ടുന്നുണ്ട്, കുറവാണ്. ആൻഡ് യൂസ്ഡ് മാർക്കറ്റിൽ ഇന്റൽ പ്രോസസ്സേഴ്സിന്റെയും AMD പ്രോസസ്സേഴ്സിന്റെയും ഇത്രയും ഹ്യൂജ് ഒരു ലൈനപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട്ലി പിൻ പോയിന്റ് ചെയ്തൊരു സ്പെക്ക് പറയാൻ പറ്റത്തില്ല. ഇത് അവൈലബിലിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പ്രോസസ്സർ ചിലപ്പോൾ അവൈലബിൾ ആകണമെന്നില്ല. അപ്പം ഏതെങ്കിലും പ്രോസസ്സർ അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഒരു സ്പെക്ക് ഡിസൈൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോസസ്സർ വേണം, ഇങ്ങനെ തന്നെ ഗ്രാഫിക്സ് കാർഡ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻ യൂസ്ഡ് പി സി ബിൽഡ്സ്. ഇത് സെയിം ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യം പറയുവാണെങ്കിലും ഗ്രാഫിക്സ് കാർഡ്സിലും സെയിം തന്നെയാണ് റിഫ്ലക്റ്റ് ആകുന്നത്. GPUസിലും നമുക്ക് ഇഷ്ടംപോലെ മോഡൽസ് അവൈലബിൾ ആണ്. ഇതെല്ലാം പക്ഷേ കിട്ടണം. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ആ ഒരു പർട്ടിക്കുലർ മോഡൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു GPU കിട്ടിയാലേ നമുക്കൊരു സ്പെക്ക് അസംബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ 30,000 റുപ്പീസിന്റെ ഒരു യൂസ്ഡ് സ്പെക്ക് പറയാൻ പറഞ്ഞാൽ നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്ക് മാർക്കറ്റ് അവൈലബിലിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും യൂസ്ഡ് പാർട്സ്, കുറച്ച് യൂസ്ഡ് പാർട്സിന്റെ അവൈലബിലിറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ചില പാർട്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു, ചിലത് ഞാൻ പുറത്തുനിന്ന് കിട്ടുന്ന അനുസരിച്ച് ഞാൻ 1-2 പാർട്സ് വാങ്ങിച്ചു വെച്ചായിരുന്നു. സോ അത് വെച്ചിട്ട് ഒരു PC ബിൽഡ് ചെയ്തു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ കുറച്ച് പേര് ചോദിക്കുന്ന ഒരു ട്രസ്റ്റ് ഫാക്ടറും ഉണ്ട്. അതായത് യൂസ്ഡ് പാർട്സ് എവിടെ നിന്ന് വാങ്ങിക്കും, ട്രസ്റ്റഡ് ആയിട്ട് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും, ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഓൾസോ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഡ് പാർട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. IT ഹട്ട് ആൻഡ് ജോയ്സ്റ്റിക്കിന് വാങ്ങിക്കാം. സോ ഇത് പാർട്സ് ആയിട്ടല്ലാതെ ഫുൾ ഒരു PC ബിൽഡ് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്ത് കാണിച്ച് പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ കണ്ടു കാണും. അപ്രോക്സിമേറ്റ്ലി 24,000 റേഞ്ചിൽ വരുന്ന ഒരു PC ആണ്. ഇതിൽ കേസിന്റെ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. വിത്തൗട്ട് കേസ് ആണ് ഞാൻ പറയുന്നത് 24,000 റേഞ്ച്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ആൻഡ് ഇതിൽ എല്ലാ പാർട്സും പഴയത് അല്ലെങ്കിൽ യൂസ്ഡ് അല്ല. ചില പാർട്സ് പുതിയതാണ്, പവർ സപ്ലൈ പുതിയതാണ്, കൂളർ പുതിയതാണ്, SSD പുതിയതാണ്. ബാക്കി പാർട്സിൽ 1-2 പാർട്സ് എൻ്റെ കയ്യിലിരുന്ന പാർട്സ് ആണ്. എല്ലാം നല്ല കണ്ടീഷനിലുള്ള പാർട്സ് തന്നെയാണ്, നിങ്ങൾക്ക് കാണാം ഇപ്പം. സോ എനിവേ, സ്പെക്ക് നോക്കുവാണെങ്കിൽ ഇന്റലിന്റെ i3 ആണ് പ്രോസസർ, 10th ജനറേഷൻ 10100F ആണ് പ്രോസസർ. 4 കോഴ്സും 8 ത്രെഡ്സും വരുന്ന 4.3 GHz വരെ ബൂസ്റ്റ് ഉള്ള ഒരു പ്രോസസറാണ്. ആൻഡ് മദർ ബോർഡ് ഗിഗാബൈറ്റിന്റെ ആണ് B460M DS3H എന്ന മോഡൽ. അത്യാവശ്യം നല്ലൊരു മദർ ബോർഡ് തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. റാം 16 GB ആണ്. ആക്ച്വലി ഇതൊരു യുണീക്ക് ആയിട്ടുള്ള റാം ആണ്. എൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ടുള്ള ഒരു റാം ആണ്. ടീം ഗ്രൂപ്പും അസ്യൂസിന്റെ ടഫ് സീരീസുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ വന്ന ഒരു യുണീക്ക് റാം ആണ്. ഇത് മോസ്റ്റ്ലി ഇവിടെ എങ്ങും കണ്ടിട്ടുണ്ടാകത്തില്ല. 3000 MHz ആണ്. 2x8 GB റാം. ആൻടെക്കിന്റെ ആണ് കൂളർ. പവർ സപ്ലൈ ഞാൻ പറഞ്ഞു, ഡീപ് കൂളിന്റെ PF450, ഇത് പുതിയതാണ്. SSD ടീം ഗ്രൂപ്പിന്റെ 512 GB NVMe SSD ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ഇതും പുതിയതാണ്. ഗ്രാഫിക്സ് കാർഡ് ഇവിടെ AMDയുടെ RX 6500 XT GPU ആണ് ഫ്രം സഫയർ. GPU ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഞാനൊരു ബാക്കപ്പ് GPU ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ടെമ്പറേച്ചേഴ്സ്, തെർമൽസ് എല്ലാം അണ്ടർ കൺട്രോൾ, ഒരു കുഴപ്പമില്ല. സോ ഇവിടാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. GPU RX 6500 XT ആയതുകൊണ്ട് തന്നെ ഇതിൽ വീഡിയോ എൻകോഡിംഗ് അല്ലെങ്കിൽ ഡീകോഡിംഗ് സപ്പോർട്ട് ഇല്ല. സോ എഡിറ്റിംഗ് പർപ്പസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് ഓൺലി ഗെയിമിംഗ്, പ്യൂർലി നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഒരു യൂസ്ഡ് ബിൽഡ് 25,000 റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് നോക്കിയാൽ മതി. അതല്ല നിങ്ങൾ എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഇതുപോലെ എന്തെങ്കിലും പർപ്പസ് എയിം ചെയ്തുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ ഈ PC നോക്കണ്ട. ഗെയിമിംഗ് ഓക്കെയാണ്, അത്യാവശ്യം കോഡിംഗ് മറ്റു വർക്ക്സിനൊക്കെ, നോർമൽ യൂസിനൊക്കെ ഓക്കെയാണ്. കാഷ്വൽ ഗെയിമിങ്ങിന് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി കേസിന്റെ കാര്യം പറയുവാണെങ്കിൽ കേസിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം 1-2 പഴയ കേസസ് ഇവിടെ ഇരിപ്പുണ്ട്. സോ ആക്ച്വലി ഇത് ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നപ്പം കാർഗോ അയച്ച കേസാണ്. ഇതിൽ 1-2 കേസസ് ചെറിയ ഡാമേജ് ഉണ്ട്. ഡാമേജ് മീൻസ് ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ കോർണറിൽ ചെറിയൊരു തട്ട് കിട്ടി.
കിട്ടി, ഒരു ചെറിയ ഡീഫോമിറ്റി അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്യാതെ ഇവിടെ വെച്ചിരുന്നതുകൊണ്ട് ചെറിയൊരു ഡിസ്കളറിങ്ങും അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കാണാം. സോ ഇൻ കേസ് നിങ്ങൾ ഈ PC വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്, ബഡ്ജറ്റ് ടൈറ്റ് ആണ് ആൻഡ് ഈ ക്യാബിനറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, ക്യാബിനറ്റിന്റെ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർലി കാണാം. കുവൈറ്റിലുള്ള ടൈമിൽ ഞാൻ ഈ ക്യാബിനറ്റ് യൂസ് ചെയ്ത ഒരു PC ബിൽഡ് ചെയ്തായിരുന്നു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ യൂസബിൾ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാനിത് ഡിസ്പോസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ക്യാബിനറ്റ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് പഴയത് മതി, ഇത് മതിയെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല, ഇത് ഫ്രീ ആണ്. ക്യാബിനറ്റ് ഫ്രീ ആയിട്ട് ഫുൾ 24,000 ഈ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ PC എടുക്കാം. അതല്ല നിങ്ങൾക്ക് പുതിയൊരു ക്യാബിനറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റിംഗ് താഴെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. 1-2 ക്യാബിനറ്റ്സിന്റെ ഞാൻ ഓപ്ഷൻസ് അവിടെ ഇട്ടിട്ടുണ്ട്. സോ ക്യാബിനറ്റിന് എക്സ്ട്രാ ആകും. സോ ഇത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് അത്യാവശ്യം കാഷ്വൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾ ഹെവി അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറൊക്കെ അപ്ഗ്രേഡ് വേണം, അങ്ങനെ വേണം, ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ PC നോക്കണ്ട. യൂസ്ഡ് പാർട്സ് വെച്ചിട്ട് ഒരു PC ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിപ്പോൾ ആകെ ഒരു PC ഉള്ളൂ. ഇനി ഇങ്ങനത്തെ സെയിം സ്പെക്കിൽ വേറെ ബിൽഡ് വേണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ഓൺ അവൈലബിലിറ്റി. നിങ്ങൾക്ക് യൂസ്ഡ് ബിൽഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. കിട്ടുന്ന പാർട്സിന്റെ അവൈലബിലിറ്റി വെച്ച് നോക്കിയിട്ട് നമുക്കൊരു സ്പെക്ക് ഡിസൈൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്തായാലും PCയുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, അവിടെ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ക്ലിയർ ഐഡിയ കിട്ടും. ഗെയിമിംഗ് ആണ് മോസ്റ്റ്ലി നമ്മൾ നോക്കിയത്. RDR2 1080p ലോ ആൻഡ് മിഡ് സെറ്റിംഗ്സിന്റെ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു 62 FPS റേഞ്ച് ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. GTA 5 1080p മീഡിയം സെറ്റിംഗ്സിലാണ് നമുക്കൊരു 82 FPS റേഞ്ച് ഒരു ആവറേജ് ഓൺ ആൻ ആവറേജ് വരുന്നുണ്ടായിരുന്നു. ഷാഡോ ഓഫ് ദ ടൂം റൈഡർ ആണ് 1080p റെസൊല്യൂഷൻ, നോർമലാണ് വെച്ചേക്കുന്നത്, ടെക്സ്ചറും കാര്യങ്ങളെല്ലാം. 50 FPS റേഞ്ച് ആവറേജ് വരുന്നുണ്ടായിരുന്നു. Far Cry 6 ആണ് നെക്സ്റ്റ്. ഇത് 1080p ലോയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയത്. ബിക്കോസ് മീഡിയമിലോട്ട് ഇടുമ്പോൾ നമുക്ക് 30 to 32 FPS റേഞ്ച് ആയിരുന്നു. സോ കുറച്ച് സെറ്റിംഗ്സ് ലോ ആക്കിയപ്പം നമുക്കൊരു 45 FPS റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. Cyberpunk 2077 നമ്മൾ 1080p ലോയിലാണ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയത്. ഒരു 32 FPS ആവറേജ് വരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വാലോറന്റ് ആണ്. വാലോറന്റ് നമ്മൾ 1080p മീഡിയം സെറ്റിംഗ്സിലാണ്. ഈസിലി ഒരു 120 FPS വരുന്നുണ്ട്. ചില ഏരിയസിൽ നമുക്ക് 140 FPS ആ റേഞ്ച് ഒക്കെ വരുന്നു. സോ ഒരു കോമ്പിനേഷൻ ഇടുവാണെങ്കിൽ 120 to 140 FPS റേഞ്ച് നമുക്ക് കിട്ടും. Forza Horizon 5 1080p ലോ സെറ്റിംഗിലാണ് നമ്മൾ നോക്കിയത്. സെറ്റിംഗ്സ് ലോ ആണെങ്കിൽ നമുക്കത് അത്ര ഫീൽ ചെയ്യുന്നില്ല. 82 FPS ആണ് ആവറേജ് നമുക്ക് കിട്ടിയത്. സോ റിസൾട്ട്സ് വെച്ച് നോക്കുവാണെങ്കിൽ 24,000 റുപ്പീസിന്റെ ഒരു PC ആണ്. ഇതിൽ അത്യാവശ്യം കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. GTA 5, വാലോറന്റ് അല്ലെങ്കിൽ CS2 ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ പ്ലേയബിൾ റെസ്പെക്റ്റബിൾ FPS നമുക്ക് കിട്ടും. സോ വൺസ് അഗൈൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ലോ ബഡ്ജറ്റ് PC ആണ്. കാഷ്വൽ ഗെയിമിംഗ് ബേസിക് യൂസിന് വേണ്ടി ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റിൽ യൂസ്ഡ് പാർട്സ് വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇതിനെ. ആൻഡ് ഓൾസോ GPU RX 6500 XT ആയതുകൊണ്ട് വീഡിയോ എൻകോഡിംഗ് ഡീകോഡിംഗ് സപ്പോർട്ട് ഇല്ല. സോ ഗെയിമിംഗ് ആണ് മെയിൻലി. ഗെയിമിങ്ങിനും ബാക്കി നോർമൽ യൂസിനൊക്കെ ഓക്കെയാണ്. എനിവേസ് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഇൻ കേസ് ഇതെല്ലാം ഓക്കെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഇതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വാറണ്ടി ഡീറ്റെയിൽസും അതെല്ലാം ഞാൻ വെബ്സൈറ്റിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫുള്ളായിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എനിവേസ് ലിങ്ക്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് നല്ല ഡീൽസോ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ പാർട്സ് പർച്ചേസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബിൽഡ്സ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു 3200G ബേസ്ഡ് ഒരു യൂസ്ഡ് ബിൽഡ് കുറച്ച് പാർട്സ് ഉണ്ട്. സോ മേ ബി നെക്സ്റ്റ് അതായിരിക്കും ചെയ്യുന്നത്. എനിവേസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ നോക്കാം. PC ബിൽഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.